ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോഷൻ മാ എന്നൊരു പ്രോഗ്രാം സെപ്റ്റംബർ 1 തൊട്ട് 30 വരെ പോഷൻ മാ എന്നൊരു പരിപാടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിറ്റാമിൻ എ പരിചയപ്പെട്ടിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന വിറ്റാമിൻ ബിയുടെ പ്രാധാന്യവും വിറ്റാമിൻ ബി അടങ്ങുന്ന ഫലവൃക്ഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിനുശേഷം ഇത് അംഗനവാടിയിൽ പ്രവർത്തിയാക്കുകയും ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് വിറ്റാമിൻ ബി അടങ്ങിയ പഴങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ഈ ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യാമെന്നതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ കാണാം. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിറ്റാമിൻ ബിനെ പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. വിറ്റാമിൻ ബി അത് അംഗനവാടിയിൽ എന്ത് ചെയ്യണം? വിറ്റാമിൻ ബി അടങ്ങിയ പഴങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ കുട്ടികളോട് കൊണ്ടുവരാൻ പറയണം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്ത് ചെയ്യണം? ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ വിറ്റാമിൻ ബി അടങ്ങിയ പഴങ്ങൾ എന്താണെന്നും ആ പഴം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് അത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഭക്ഷ്യവസ്തു ഉയർത്തിയിട്ട് ഐ ആം എ വിറ്റാമിൻ ബി ഗേൾ അല്ലെങ്കിൽ ഐ ആം എ വിറ്റാമിൻ ബി ബോയ് എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് അവരുടെ അടുത്ത് പറയണം. ഓക്കെ, അതിന് നിങ്ങളതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വയ്ക്കുക. അതിന് ശേഷം ജന്നാന്തോണിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്യുകയും വേണം. അപ്പം ഞാൻ ഏതൊക്കെ ഐറ്റംസാണ് വിറ്റാമിൻ ബി പെടുന്നുള്ളത് നിങ്ങൾക്ക് ഫോട്ടോസ് കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇത് ജന്നാന്തോണിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരാം. അപ്പോൾ ജന്നാന്തോണിൽ എൻട്രിയിൽ തീം എന്ന് പറയുന്നത് പോഷൻ ബി പദാബി എന്നാണ്. അതുപോലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സെൻറ്റർഡ് കേലോർ പദവൻ പ്ലേ ബേസിൽ ലേണിംഗ് കണ്ടില്ലേ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ തീം ആക്ടിവിറ്റിയും കൊടുത്തിട്ട് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വിറ്റാമിൻ ബി അടങ്ങിയ പഴങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും വിറ്റാമിൻ ബി അടങ്ങിയത് കണ്ടില്ലേ. അതായത് ബനാന, ഓറഞ്ച് ബനാന, അതുപോലെ ഓറഞ്ച്, അതുപോലെ ആപ്പിൾ കണ്ടില്ലേ, അതുപോലെ അവക്കാഡോ, ബ്ലൂബെറി, വാൾനട്ട്, ബീട്രൂട്ട്, മഷ്റൂം പൊട്ടാറ്റോ, ആൽമണ്ട്, മാംഗോ, ഇതൊക്കെ വിറ്റാമിൻ അടങ്ങിയിട്ടുള്ളതാണ്. ഫ്രൂട്ട്സാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെ വിറ്റാമിൻ ബി അടങ്ങിയ ഫുഡ്സാണ്. എഗ്ഗ്, മിൽക്ക് കണ്ടില്ലേ, ചിക്കൻ, റെഡ് മീറ്റ്, സാൽമൺ, ഇതൊക്കെ വിറ്റാമിൻ ബി അടങ്ങിയ ബി അടങ്ങിയ ഫുഡുകളാണ്. സോഴ്സ് ഓഫ് വിറ്റാമിൻ ബി കണ്ടില്ലേ. അപ്പം നിങ്ങൾക്കിതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഫ്രൂട്ട്സിൻ്റെ എടുത്തിട്ട് നോക്കി, ഇതൊക്കെ വിറ്റാമിൻ ബിയുടെ ആണ്. ഇത് ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് വിറ്റാമിൻ ബി അടങ്ങിയത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇന്ന ഫ്രൂട്ട് ആണ് വിറ്റാമിൻ ബി അടങ്ങിയെന്ന് പറഞ്ഞിട്ട് അവരോട് കൊണ്ടുവരാൻ പറയാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം, വിറ്റാമിൻ ബി കൊണ്ടുള്ള ഉപകാരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം വിറ്റാമിൻ ബി കൊണ്ടുള്ള ഗുണങ്ങൾ എനർജി പ്രൊഡക്ഷൻ, മസിൽ സ്ട്രെങ്ത്ത്, ന്യൂറോളജിക്കൽ ഫങ്ഷൻ, അതുപോലെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കും. മനസ്സിലായി, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് എന്തുണ്ട് വിറ്റാമിൻ ബി കൊണ്ട് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വിറ്റാമിൻ കഴിച്ചാൽ ഇതൊക്കെ വിറ്റാമിൻ ബി കൊണ്ടുള്ള ഗുണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബെനിഫിറ്റ്സ് ഓഫ് വിറ്റാമിൻ ബി ഹെൽപ്പ് ബ്രെയിൻ ഫങ്ഷൻ, ഇംപ്രൂവ് ഡൈജസ്റ്റീവ് സിസ്റ്റം, സപ്പോർട്ട് നെർവ് ഫങ്ഷൻ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ജന്നാന്തോളൻ ഡാഷ്ബോർഡിൽ നിങ്ങൾ എൻ്റർ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഇതേ രീതിയിൽ തന്നെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞ കാര്യങ്ങൾ ജന്നാന്തോളനിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ജന്നാന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അതിനുവേണ്ടി ജന്നാന്തോളൻ ഡാഷ്ബോർഡിൽ കയറാം. ഡാഷ്ബോർഡിൽ കയറിയതിന് ശേഷം നിങ്ങൾ അവിടെ ഡാറ്റ എൻട്രിയിൽ പോയി നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ച് ലോഗിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് തീം എന്ന് പറയുന്നത് നമ്മൾ സെയിം, അതായത് വിറ്റാമിൻ എക്ക് ചെയ്ത് അതേ തീം തന്നെയാണ് പോഷൻ ബി പദാബി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ബ്ലോക്ക് മാറ്റി അംഗനവാടി ആക്കുക. അംഗനവാടിയുടെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. കമ്മ്യൂണിറ്റി സെൻറ്റർഡ് കേലോ ഓർ പദോ, പ്രൊമോട്ട് ടോയ് ബേസ്ഡ് ഓർ പ്ലേ ബേസ്ഡ് ലേണിംഗ് മൂന്നാമത് കിടക്കുന്നത് നിങ്ങൾ സെലക്ട് ആക്ടിവിറ്റിയിൽ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രം ഡേറ്റ് കൊടുക്കുക. എന്നാണോ നിങ്ങൾ നടത്തുന്നത് ആ ഡേറ്റ് ഇടണം. ടു ഡേറ്റ് കൊടുക്കുക. പങ്കെടുത്തവരുടെ എണ്ണം കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇടുന്നതാണ്. അപ്പോൾ അവിടെ ടോട്ടൽ വന്നു. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഇവിടെ പോയിട്ട് സബ്മിറ്റ് കൊടുക്കുക. സക്സസ്ഫുള്ളി സബ്മിറ്റഡ്, ഇത്ര ചെയ്താൽ മതി.
അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചെയ്ത പ്രവർത്തനം എൻട്രി ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവും, അവിടെ അത് സബ്മിറ്റ് ആയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യാം. ഓക്കെ.